കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂളിലെ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്തു. SSA PTA ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. ചടങ്ങിൽ ലാപ്ടോപ്പ് വിതരണം PT തോമസ് MP നിർവഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഹെഡ്മിസ്ട്രസ് ലൂസി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ, TM സലീം, ലീലാമ്മ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സ്കൂളിന് 2009 അനുവദിച്ച പണമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. നമ്മുടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു സ്ഥിതി അതാണ്. കാരണം സമയത്തിന് പണി നടക്കുന്നില്ല എന്നുള്ളത് ഈ മേഖലയിലെ ഒരു വലിയ പ്രശ്നമാണ്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ തന്നെ പറഞ്ഞു, ചിലവാകാതെ കിടക്കുന്ന പണം പല സ്കൂളുകളിലും ഉണ്ട്. വാസ്തവത്തിൽ ആ സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൊടുത്ത പണം എന്തുകൊണ്ട് ഇതുവരെ ചെലവഴിച്ചില്ല എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പണം മറ്റെവിടെയെങ്കിലും കൊടുക്കേണ്ട കാര്യം ആലോചിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട സൗകര്യം, നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകേണ്ട സൗകര്യം എന്തുകൊണ്ട് യഥാസമയം കെട്ടിടപ്പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായി ഞാൻ കാണുന്നു. തീർച്ചയായും അത് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ മേജർ റിപ്പയറിന് വേണ്ടിയുള്ള ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. ആ ഫണ്ടിന്റെ സ്ഥിതിയും പരിശോധിക്കുകയും ആ ഫണ്ടിൽ കാര്യമായ മാറ്റങ്ങളുണ്ടെങ്കിൽ, ആ ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് നടപടിക്രമങ്ങളും നിയമങ്ങളും അനുസരിച്ച് ഏത് രീതിയിൽ ഈ സ്കൂളിനെ സഹായിക്കാൻ കഴിയും എന്ന് പരിശോധിക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ബഹുമാനായ ജോസഫ് സാറിന്റെ നിയോജകമണ്ഡലമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന ആളാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന അദ്ദേഹത്തിന്റെ ഈ മണ്ഡലത്തിൽ ഈ നന്നാലിയിൽ നടക്കുന്ന സ്കൂളിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി